എൻ്റെ പേര് സിനി. ഞാൻ തൃശ്ശൂർ തേരമ്പെന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത്. ഞാൻ അബുദാബിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യായിരുന്നു. 5 വർഷം മുമ്പ് എനിക്ക് വെള്ളം ഇറക്കുമ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ തൊണ്ടയിലൊരു തടസ്സം അനുഭവപ്പെട്ടു. അതിനെ തുടർന്ന് ഡോക്ടർ എന്നോടൊരു സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാനിങ് റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ തൈറോയിഡിനകത്ത് 8 നോഡ്യൂൾസ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അതേ തുടർന്ന് സർജറി സജസ്റ്റ് ചെയ്തു. ഏപ്രിൽ ആദ്യത്തോടു കൂടി ഞാൻ നാട്ടിൽ വന്നു. 6-ാം തീയതി എനിക്ക് സർജറി കഴിഞ്ഞു. 20-ാം തീയതി എൻ്റെ ബയോപ്സിയുടെ റിപ്പോർട്ട് വന്നു. അതിൽ ക്യാൻസറാണ്, മൈക്രോ പാപ്പിലറി കാർസിനോമ എന്നൊരു ക്യാൻസറാണ്. ഡോക്ടർ എന്നോട് പറഞ്ഞു എന്തായാലും ട്രീറ്റ്മെൻറ്റ് എന്തായാലും എടുക്കണം, സ്കാനിങ് ചെയ്യണം. അപ്പോൾ ഈ ലീവൊന്നും പറ്റില്ല, കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യണം, 1-2 മാസം. ചിലപ്പോൾ എൻ്റെ ജോലി വരെ പോകുന്ന കാര്യങ്ങളായിരുന്നു. അങ്ങനെ ഞാൻ 22-ാം തീയതി എന്തായാലും നമ്മൾ ട്രീറ്റ്മെൻറ്റിന് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സെയിം സാമ്പിൾ നമ്മൾ ഒരു ലാബിലും കൂടെ സെൻഡ് ചെയ്ത് ഒരു കൺഫർമേഷൻ ചെയ്യാം. കാരണം ഇതുപോലൊരു അസുഖമാണ്, അപ്പോൾ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എന്തായാലും എടുക്കണം. അതുകൊണ്ട് ഒരു റീകൺഫർമേഷന് വേണ്ടി ഈ സെയിം സാമ്പിൾ നമുക്ക് വേറൊരു ലാബറട്ടറിയിൽ കൊടുക്കാം എന്ന് പറഞ്ഞു. 20-ാം തീയതി തന്നെ ഞങ്ങൾ ഈ സാമ്പിൾ വേറൊരു ലാബിൽ കൊണ്ടു കൊടുത്തു. ഞാനിവിടെ 22-ാം തീയതി തിങ്കളാഴ്ച ഇവിടെ വന്നു. ഇവിടെ വരുന്നവരെ എനിക്ക് ഉടമ്പടി എടുക്കണമെന്നോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് അച്ഛനെ കണ്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. ഇവിടെ ഇതിനകത്തോടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഒരു കാര്യങ്ങളും എൻ്റെ കൺട്രോളിൽ നിൽക്കുന്ന പോലെയല്ല തോന്നി. ഇവിടെ വന്ന് ഞാൻ 10 മിനിറ്റ് ഇരുന്നു. അപ്പോൾ എൻ്റെ പാരൻസ് എൻ്റെ കൂടെയുണ്ട്. ഈ വരുന്ന വഴിക്കൊക്കെ അവരെന്നോട് ചോദിച്ചു ഉടമ്പടി എടുക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല, ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് പോകാനാണ്. ഇവിടെ വന്ന് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഉടമ്പടി എടുത്തേക്കാം. അങ്ങനെ ഉടമ്പടി എടുത്തു. 22-ാം തീയതി ഉടമ്പടി എടുത്തു. ഞാൻ തിരിച്ചു പോകുന്ന വഴിക്ക് എൻ്റെ 2ാമത്തെ ബയോപ്സിയുടെ റിപ്പോർട്ട് വന്നു. റിപ്പോർട്ട് നെഗറ്റീവാണ്. ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ പറഞ്ഞു ഈ 2 ദിവസം വ്യത്യാസത്തിൽ 20-ാം തീയതി 22-ാം തീയതി ഉള്ള വ്യത്യാസത്തിൽ ഒരിക്കലും ഇങ്ങനൊരു റിപ്പോർട്ട് വരാൻ യാതൊരു ചാൻസും ഇല്ല. ഇവിടെ വന്ന് അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു മാതാവിനോട് സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഇങ്ങനൊരു ചാൻസേ ഇല്ല, കാരണം 2 ദിവസത്തിന് വ്യത്യാസത്തിൽ ഒരിക്കലും ഇങ്ങനൊരു റിപ്പോർട്ട് വരില്ല. അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് തൈറോയിഡക്ടമിയാണ് എനിക്ക് ചെയ്തത്. തൈറോയ്ഡ് ഗ്ലാൻഡ് അടക്കം സർജറി ചെയ്ത മൊത്തം സ്പെസിമാനും നമുക്ക് ഒന്നും കൂടെ റീസെൻഡ് ചെയ്ത് നോക്കാം. അതിനകത്ത് എന്തായാലും ക്യാൻസർ സെൽസ് ഉണ്ടാകും. അങ്ങനെ 3ാമത്തെ പ്രാവശ്യവും എൻ്റെ ബയോപ്സി സെൻഡ് ചെയ്തു. തൈറോയ്ഡ് ഗ്ലാൻഡ് അടക്കം റിമൂവ് ചെയ്ത എല്ലാ സ്പെസിമാനും അവർ റീടെസ്റ്റ് ചെയ്തു. അതിനകത്ത് ഹിസ്റ്റോപാത്തോളജിസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞു എനിക്ക് നിങ്ങളെ പേഴ്സണലായിട്ട് കാണണം. ഞങ്ങളവിടെ ചെന്ന് പറഞ്ഞു ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് ഒരു ക്യാൻസർ സെൽസ് പോലും ഇതിൽ എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു സ്കാനിൻ്റെയോ ഒരു മെഡിസിൻ്റെയോ ഒരു ട്രീറ്റ്മെൻറ്റോ ആവശ്യം നിങ്ങൾക്കില്ല എന്നുള്ള റിപ്പോർട്ടാണ്. ഈ ഒരു മാസത്തിൽ ഇതുപോലൊരു വലിയ സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. മാതാവ് ഒരുപാട് അനുഗ്രഹം തന്നു. മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ 10 വർഷമായിട്ട് ഞാൻ അബുദാബിയിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പം റെഗുലറായിട്ട് നമുക്ക് പള്ളിയിൽ പോകാനോ അങ്ങനെയൊന്നും, പിന്നെ കുറേയൊക്കെ മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഒരു ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ദൈവത്തോട് കൂടുതൽ അടുക്കാനും പ്രാർത്ഥിക്കാനും എല്ലാത്തിനുള്ളൊരു വഴി മാതാവ് തുറന്നു തന്നു. എൻ്റെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടായി. നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളെല്ലാമാണ് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു മിറാക്കിൾ പോലെ കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നത്. അങ്ങനെ മാതാവ് എല്ലാ കാര്യത്തിലും അനുഗ്രഹിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 1:44 കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന ഈശോ പറയുന്നുണ്ട്, മോശയുടെ കൽപ്പനയനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുക എന്ന്.